നമസ്കാരം. ഈ വീഡിയോയിൽ അൽ ഫലാഖ് എന്ന ഐഡൻറ്റിറ്റിയിൽ പ്രൊഫൈൽ പേജിൽ കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ നോമ്പിനെ പറ്റി അവരുമായി പങ്കിട്ട ഒരു വീഡിയോയുടെ പ്രതികരിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക വിശ്വാസിയായ നല്ല ചിന്തകനായ ഭാഷാ ചാതുര്യമുള്ള വ്യക്തി നടത്തിയ ഒരു പ്രതികരണം നിങ്ങളുമായി പങ്കിടുകയും അതിനോട് അല്പമായി ഹ്രസ്വമായി പ്രതികരിക്കുകയും ചെയ്യുക ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കടമയായി എൻ്റെ മനസ്സെന്നെ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളെ സമീപിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം അപ്പാടെ ആദ്യം വായിച്ചിട്ട് അത് സംബന്ധമായ ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളട്ടെ. ക്രിസ്ത്യൻ മുസ്ലിം നോമ്പ് കാലത്ത് ഒരു പ്രത്യേക ധ്യാന പരമ്പര അവതരിപ്പിക്കുന്നതിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പം നമുക്ക് അത്യാവശ്യമാണെങ്കിലും അതിനുവേണ്ടി സ്വാതന്ത്ര്യം അടിയറ വയ്ക്കരുത് എന്ന സന്ദേശം ഉൽപ്പത്തി പുസ്തകത്തിൽ ജോസഫ് അപ്പം കൊടുത്ത് മിസ്രയീമ്യരുടെ സ്വാതന്ത്ര്യം കവർന്നതിനെ പരാമർശിക്കുന്നതിലൂടെ നോമ്പാചരണത്തിൽ ഊന്നൽ കൊടുക്കേണ്ടത് എന്തിനാണ് എന്ന് വെളിപ്പെടുത്തുന്നു. യേശുക്രിസ്തുവിനെ പോലും കുറ്റക്കാരനാക്കുന്ന ഗ്രാൻഡ് ഇൻക്വിസിറ്ററെ ഉദാഹരിച്ചത് സഭയിൽ സ്വയം വിമർശനത്തിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നതും അഭിനന്ദനപൂർവ്വം എടുത്ത് പറയുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ ആ വീഡിയോ വളരെ ശ്രദ്ധയോടുകൂടെ വായിച്ചു എന്നത് വളരെ സ്പഷ്ടമാണ്. എന്നാൽ അതിനേക്കാൾ സ്പഷ്ടമാക്കുന്നതാണ് ഇനിയുള്ള ഭാഗം. എന്നാൽ ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നത് വ്യക്തിപരമായ വിമർശനമായി എടുക്കുകയില്ല എന്ന് കരുതുന്നു. ഞാനങ്ങനെ സാധാരണ എടുക്കാറില്ല എന്ന ഒരു ചെറിയ അവകാശവാദം എനിക്കുണ്ട്. ഇന്നത്തെ വീഡിയോയിലും ലിവിയുടെ, അതായത് റോമൻ ചരിത്രകാരനായിരുന്ന ലിവി, LIVY, ലിവിയുടെ റെഫറൻസ് വന്നതിനാലാണ് ഇത് പറയുന്നത്. ഞാൻ ആ റെഫറൻസിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പും മാഹാത്മ്യവും ഊന്നി നിന്ന രണ്ട് മർമ്മങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിനോടുള്ള വിയോജിപ്പാണ് ഈ സുഹൃത്ത് ഇവിടെ അറിയിക്കുന്നത്. അത് നമുക്ക് ശ്രദ്ധാപൂർവം ബഹുമാന പുരസ്സരം അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. ലിവി റോമൻ മാഹാത്മ്യം പറയുന്നത് സംഘപരിവാറുകാർ സനാതന മതത്തിൻ്റെ ഔന്നത്യം പൊക്കിപ്പിടിക്കുകയും അതേസമയം ജാതി വ്യവസ്ഥയിൽ താഴേക്കിടയിലുള്ളവരെ നൂറ്റാണ്ടുകൾ അടിച്ചമർത്തിയത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. റോമൻ സാമ്രാജ്യം മഹത്തരമാകുന്നത് അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ്. അവർ അടിമകളാക്കിയ വ്യക്തികൾക്കും കീഴ്പ്പെടുത്തിയ ജനങ്ങൾക്കും റോമൻ ഭരണം മഹത്തരമായിരുന്നില്ല എന്നത് അവിടെ ക്രൂരമായി അടിച്ചമർത്തപ്പെട്ട നിരവധി അടിമലഹളകൾ ഉദാഹരണമാണ്. ഇങ്ങനെ പറയുന്നത് സത്യാനന്തരകാല മൂല്യച്യുതിയായി കരുതാതെ താങ്കളുടെ വീഡിയോകളെ ഗൗരവമായി എടുക്കുന്ന ഒരു വ്യക്തിയുടെ സതുദ്ദേശപരമായ അഭിപ്രായമായി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഞാൻ വളരെ ബഹുമാന പുരസ്സരം സ്വീകരിക്കുന്നു. ഞാൻ എതിരഭിപ്രായങ്ങളെ അല്ലെങ്കിൽ വിയോജിപ്പുകളെ വിലമതിക്കുന്ന കൂട്ടത്തിലാണ്. കാരണം അതുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും മുന്നോട്ട് ചിന്തിക്കുവാനും കൂടുതൽ വ്യക്തമായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനും ഇടയായിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പിൻ്റെ ഭാഗം നമുക്കിനി ഒന്ന് പരിഗണിച്ച് അതിനെപ്പറ്റി എൻ്റെ നിലപാട് എന്താണ് എന്ന് അറിയിക്കുന്നത് ഉചിതമാണല്ലോ. എന്നാൽ ഒരു കാര്യം ചൂണ്ടിക്കാട്ടുന്നത് വ്യക്തിപരമായ വിമർശനമായി എടുക്കുകയില്ല എന്ന് കരുതുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ലിവിയെ പറ്റിയുള്ള പരാമർശനം അതിനോടാണ് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ്. ഇനിയും അത് എന്താണ് എന്ന് അദ്ദേഹം പറയുന്നത്. ലിവി റോമൻ മാഹാത്മ്യം പറയുന്നത് സംഘപരിവാറുകൾ
സനാതന മതത്തിൻ്റെ ഔന്നത്യം പൊക്കിപ്പിടിക്കുകയും അതേസമയം ജാതി വ്യവസ്ഥയിൽ താഴേക്കിടയിലുള്ളവരെ നൂറ്റാണ്ടുകൾ അടിച്ചമർത്തിയത് കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന തുല്യമാണ്. അപ്പം ഈ സുഹൃത്ത് പറയുന്നതിൽ വളരെ ചരിത്രപരമായ ഒരു സത്യമുണ്ട്. ഇത് തമ്മിൽ ഒരു സാമ്യമുണ്ട്, ഒരു സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ എനിക്ക് ആ സിമിലാരിറ്റിയെ അംഗീകരിച്ചും മാനിച്ചും കൊണ്ട് പറയാനുള്ളത്, റോമൻ സാമ്രാജ്യം സൃഷ്ടിക്കപ്പെട്ടത് അനേക ജാതികളെ, ജനക്കൂട്ടങ്ങളെ അടിച്ചമർത്തിയിട്ടാണ് എന്നതിന് യാതൊരു സംശയമില്ല. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വർഗമായിരുന്നു യഹൂദന്മാർ. നമുക്കറിയാം, യേശുവിൻ്റെ ജനനകാലത്ത് പലസ്തീൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു. അപ്പോൾ ഒരു അടിമകളായിരുന്ന ആളുടെ മധ്യത്തിലാണ് യേശു ജനിച്ചത് എന്നത് ചരിത്ര സത്യമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സങ്കല്പത്തിനോട് എനിക്ക് അല്പം വിയോജിപ്പുള്ളത്, ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ സാമ്രാജ്യങ്ങളും എല്ലാ സംസ്കാരങ്ങളും നന്മയുടെയും തിന്മയുടെയും സങ്കരങ്ങളായിരുന്നു. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഏത് സ്ഥാപനമെടുത്താലും, ഏത് പ്രസ്ഥാനമെടുത്താലും, ഏത് മതമെടുത്താലും, ഏത് രാജ്യമെടുത്താലും, ഏത് സംഘടന എടുത്താലും അതിൽ നന്മയും തിന്മയും കൂട്ടിക്കലർത്തിയാണ് വെച്ചിട്ടുള്ളത്. യേശു ഈ ലോകത്തെ ചിത്രീകരിക്കുന്നത് ഗോതമ്പും കളയും ഒരുപോലെ വളരുന്ന ഒരു പാടം ആയിട്ടാണ്, ഒരു വിളനിലം പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വിവേചന ബുദ്ധി, പവർ ഓഫ് ഡിസേൺമെൻറ്റ് നൽകിയിരിക്കുന്നത്. നന്മ തിരിച്ചറിഞ്ഞതിനെ സ്വീകരിപ്പാനും തിന്മയായതിനെ ഉപേക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. എല്ലാം പരിപൂർണമായ തിന്മയാണ് എന്നൊരു ധാരണ എനിക്കില്ല. ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും എല്ലാം തന്നെ ഇപ്രകാരം ഒരു മിക്സ്ഡ് അപ്പ് സ്റ്റേറ്റ് ആണ് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അടിച്ചമർത്തപ്പെട്ട ജനത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ അതിൽ തിന്മ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന അദ്ദേഹത്തിൻ്റെ ഈ ഒരു തീസിസിനോട് 100% യോജിക്കുന്നു. അതേസമയം തന്നെ നാം ചരിത്രത്തെയും രാശിയുടെ ചരിത്രത്തിൽ കൂടെയുള്ള യാത്രയും പുരോഗതിയും മനസ്സിലാക്കുമ്പോൾ ഒരേ കണ്ണിൽ കൂടെ മാത്രം കാണരുത്. പല വിധത്തിലുള്ള പല ആംഗിൾ ഓഫ് വിഷൻ എന്ന് പറയും. അതിൻ്റെ ആകത്തുകയിൽ മാത്രമേ ചരിത്ര സത്യം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഫ്രഞ്ച് ആധിപത്യത്തിൻ്റെ കീഴിലായിരുന്ന അൾജീരിയ ദീർഘകാലം കോളനിവൽക്കരിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ ജനം അടിച്ചമർത്തപ്പെട്ടിരുന്നു. അവരുടെ അവസ്ഥയെപ്പറ്റി വളരെ ചിന്താകുലപ്പെട്ട് അടിമത്തത്തിലായിരുന്ന ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഫ്രാൻസ് ഫാനൻ എഴുതിയ വളരെ ശ്രദ്ധേയമായ ഒരു കൃതിയാണ് ദ റെച്ചഡ് ഓഫ് ദി എർത്ത്. അതിൻ്റെ ആമുഖം എഴുതിയത് അന്നത്തെ ഫ്രഞ്ച് ചിന്തകരിൽ അതികായനായിരുന്ന ജോൺ പോൾ സാർത്ത്, SARTRE, സാർത്ത് ആണ്. അതിൻ്റെ ആമുഖം തന്നെ വളരെ ശ്രദ്ധേയമാണ്. അവിടെയാണ് സാർത്ത് പറയുന്നത്, ഈ അടുത്ത കാലം വരെ ഫ്രാൻസ് എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പേരായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് രോഗത്തിൻ്റെ പേരാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് ആരംഭിക്കുന്നത്. വളരെ സത്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അടിമയുടെ കണ്ണിൽ കൂടെ കാണുമ്പോൾ വലിയ യാഥാർത്ഥ്യങ്ങൾ നമുക്ക്, യജമാൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ കാണാത്ത സത്യങ്ങൾ അടിമയുടെ കണ്ണിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അത് യാതൊരു സംശയവും. അതുപോലെ തന്നെ അടിമയുടെ കണ്ണും പൂർണ്ണതയുള്ളതല്ല. അടിമയുടെ കണ്ണ് പൂർണ്ണതയുള്ളതായിരുന്നെങ്കിൽ അവൻ അടിമത്തത്തിലായി പോകുകയില്ലായിരുന്നു. അതും മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ചരിത്രത്തിന് അതിൻ്റെതായ കാവ്യനീതിയുണ്ട്. അപ്പോൾ ഏതായാലും എൻ്റെ ഒരു എളിയ അഭിപ്രായത്തിൽ റോമൻ സാമ്രാജ്യമായിക്കൊള്ളട്ടെ, ഭാരത സംസ്കാരമായിക്കൊള്ളട്ടെ, ഈജിപ്ഷ്യൻ, സുമേറിയൻ, അസീറിയൻ കൾച്ചർ എന്തുമായിക്കൊള്ളട്ടെ, പാശ്ചാത്യ സംസ്കാരമായിക്കൊള്ളട്ടെ, ഇസ്ലാമിക സംസ്കാരമായിക്കൊള്ളട്ടെ, എല്ലാറ്റിൽ നിന്നും നന്മയുള്ള കാര്യങ്ങൾ സ്വീകരിപ്പാനും അതിൻ്റെ തിന്മ ഉപേക്ഷിക്കാനുമുള്ള പക്വത പ്രാപിക്കുക എന്നതാണ്
അഭികാമ്യമായ അവസ്ഥ എന്ന അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഭാരതത്തെ കോളനിവൽക്കരിച്ചു. അതുകൊണ്ട് നന്മയും തിന്മയും ഉണ്ടായിട്ടുണ്ട്, യാതൊരു സംശയമില്ല. ഇപ്പോൾ മോദി പറയുന്നതനുസരിച്ച് ബ്രിട്ടീഷുകാർ 1947 ഇവിടെ നിന്ന് കെട്ടുകെട്ടിയിട്ടും ഇപ്പോഴും ഭാരതത്തിൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും ഏക കാരണം മക്കോളയുടെ മിനിറ്റാണ്. 1835 മക്കോള എഴുതിയ ഒരു ചെറിയ പാരഗ്രാഫ് കൊണ്ടാണ് ഇന്ത്യ എന്നും ഗുണം പിടിക്കാതെ നിൽക്കുന്നത് എന്ന് പറയുന്നതിനകത്ത് വല്ല അർത്ഥവുമുണ്ടോ? അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് നെഹ്റു എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ്റെ വഷളത്വം കൊണ്ടാണ് ഭാരതം എന്നും ഈ ശപിക്കപ്പെട്ട അവസ്ഥയിൽ ആയിരിക്കുന്നതെന്ന് മോദി പറഞ്ഞാൽ അതിനോട് എങ്ങനെയാണ് നമുക്ക് യോജിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പരിമിതമായ താല്പര്യമനുസരിച്ച് ചില കാര്യങ്ങൾ കാണാൻ കഴിയുന്നു, ബാക്കിയെല്ലാം അന്ധതയാണ്. അത് മനസ്സിലാക്കിയിട്ട് ആര് എന്ത് പറഞ്ഞാലും ഏത് നിലപാടെടുത്താലും അവരുടെ നിലപാടിൽ നമുക്ക് സ്വീകാര്യമായ കാര്യങ്ങളുണ്ട്, മനുഷ്യരാശിക്ക് നന്മ ചെയ്യാവുന്ന സാധ്യതകളുണ്ട് എങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് റോമൻ സാമ്രാജ്യം നിലനിൽക്കുന്ന കാലത്ത് കോളനിവൽക്കരിക്കപ്പെട്ട അനേകം ആളുകൾ, അവർക്ക് റോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭാവനയായിരുന്നു റോമൻ പാതകൾ, റോമൻ റോഡ്സ്. യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഇപ്പോൾ പോയാൽ നിങ്ങൾക്ക് കാണാം, ഏറ്റവും ഈ നൂല് വലിച്ചതുപോലെയാണ് റോമൻ റോഡ്സ്, മനോഹരമാണ്. അവർ മറ്റുള്ളവരെ അടിച്ചമർത്തിയ ആളുകളാണ്, അവർ വഷളന്മാരാണ്, അതുകൊണ്ട് അവർ പണിത റോഡിൽ കൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയില്ല എന്ന് പറയുന്നതിനകത്ത് വലിയ ബുദ്ധിയൊന്നുമില്ല എന്ന അഭിപ്രായമാണ്. ഇപ്പം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഫലമായി കടൽ കൊള്ളക്കാർ ഒത്തിരി ആ കാലത്തുണ്ടായിരുന്നത് ശമിച്ചു, സീ പൈററ്റ്സ്. അങ്ങനെ കടൽ ഗതാഗതം കുറച്ചുകൂടെ സുരക്ഷിതമായി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വാസ്തവത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാനിടയായി. അപ്പോൾ അത് റോമാക്കാർ ഞങ്ങളെ അടിച്ചമർത്തിയവരാണ്, അതുകൊണ്ട് അവർ സൃഷ്ടിച്ച ഈ സമാധാനം കടൽ കൊള്ള ഇല്ലാത്ത വിധത്തിൽ സുരക്ഷിതമായി സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള സാഹചര്യം ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നില്ല. അത് തികച്ചും മോശം, അത് പ്രയോജനപ്പെടുത്തുന്നവൻ നിറിഷ്ടനാണ് എന്ന് പറയുന്നതിനകത്ത് വലിയ യുക്തിയൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ചൈനയെപ്പറ്റി നമ്മളൊരു ഗുണവും കാണരുത്. പക്ഷേ ചൈന എന്തെങ്കിലും ഒരു നല്ല കാര്യം കണ്ടുപിടിച്ചാൽ, എൻജിനീയറിങ്ങിലായിക്കൊള്ളട്ടെ, മെഡിസിനിലായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റ് കലാപരിപാടികളായിക്കൊള്ളട്ടെ, അത് സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും നാണക്കേടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതേസമയം തന്നെ ജനങ്ങളെ അടിച്ചമർത്തിയാൽ മാത്രമേ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത സുനിശ്ചിതമാക്കാൻ ഒക്കത്തുള്ളൂ എന്ന പ്രമാണത്തെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സമീപനമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് പിന്നെ ഇവിടെയുള്ള വരേണ്യവർ കീഴ്ജാതിയിൽപ്പെട്ട ആളുകളെ അടിച്ചമർത്തിയത് എത്രയോ നാളുകളായി തുടർന്നു. അത് ഒരു പരിധിവരെ ബ്രിട്ടീഷുകാരുടെ കോളനിവൽക്കരണത്തിൽ കൂടെ അതിനൊരു ചെറിയ വ്യത്യാസം സംഭവിച്ചു. സതിപ്പത പോലെയുള്ള അനാചാരങ്ങൾ അവസാനിപ്പിക്കാൻ ഇടയായി. എന്നാൽ അത് പൂർണ്ണമായി ഇന്ത്യൻ സമൂഹത്തിന് പരിപൂർണമായി നന്മ ചെയ്യുക എന്നുള്ളതായിരുന്നില്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് സ്വാതന്ത്ര്യം പ്രാപിച്ചതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേസമയം തന്നെ ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിലാണെങ്കിലും നിയമവാഴ്ച കൊണ്ടുവരുന്നതിലാണെങ്കിലും ഈ രാജ്യത്തെ ഒന്നാക്കുന്നതിലാണെങ്കിലും ഇവിടെ പരമ്പരാഗതമായി നിലനിന്നിരുന്ന അനാചാരങ്ങളെപ്പറ്റി ഒരു ബോധവൽക്കരണം ഉണ്ടാക്കാനുള്ള വഴിയൊരുക്കുന്നതാണ്. അതിലൊക്കെ നന്മയുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഭാരതത്തെ കീഴടക്കി ഇതിൻ്റെ സാമ്പത്തികം ചൂറ്റി എന്താ പറഞ്ഞത് കറന്നുകൊണ്ടുപോയി അവരവരുടെ സാമ്പത്തികമായ കൊഴുപ്പ് വർദ്ധിപ്പിച്ചത് അധർമ്മം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് മിക്സ്ഡപ്പ്, നന്മയും തിന്മയും ഇടപഴകി കിടക്കുന്ന ഒരവസ്ഥയാണ്. അത് എല്ലാ സാമ്രാജ്യത്തിൻ്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് നന്മ തിരിച്ചറിയാനും തിന്മയെ ഉപേക്ഷിക്കാനും നമുക്ക് ഇടയാകുന്നതാണ് കുറച്ചുകൂടെ ബുദ്ധിയായ സമീപനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും അഭിനേതാൻ പറയുന്നത്, ഇങ്ങനെ പറയുന്നത് സത്യാനന്തരകാല മൂല്യച്യുതിയായി കരുതാതെ താങ്കളുടെ വീഡിയോകളെ ഗൗരവമായി എടുക്കുക. അത് ശരിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി അല്പം പോലും സംശയിക്കുന്നില്ല എന്ന് മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ് ഉണ്ടായത്. കാരണം ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ അതിൻ്റെ ആശയങ്ങളെ സംഗ്രഹിച്ച് കാണുക എന്നത് ഈ കാലത്ത് വളരെ അപൂർവമാണ്.
അദ്ദേഹം അതിനുള്ള സന്മനസ് കാണിച്ചു. പ്രതികരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. ഇത്രമാത്രം മലയാളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്തെടുക്കാൻ വളരെ പ്രയാസമാണ്. അദ്ദേഹം അത്രമാത്രം താല്പര്യത്തോടെ ഇതിൽ പങ്കെടുക്കുന്നു എന്നത് ഓർക്കുമ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള സ്നേഹവും ബഹുമാനവും എൻ്റെ ഉള്ളിൽ വളരെ വർദ്ധിക്കുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാം. അതേസമയം തന്നെ എൻ്റെ നിലപാട് ഇതാണ് എന്ന് വെളിപ്പെടുത്താനുള്ള ഒരു കടമ എനിക്കുണ്ട്. അതുകൊണ്ട് റോമൻ സാമ്രാജ്യം, അതിന് മുമ്പുണ്ടായിരുന്ന ഗ്രീക്ക് സാമ്രാജ്യം, ഇപ്പം അലക്സാണ്ടർ ചക്രവർത്തി സൃഷ്ടിച്ച സാമ്രാജ്യം, ഇതൊക്കെ അടിച്ചമർത്തലിൽ കൂടെയാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും അതിൽ നല്ല വശങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അത് കോളനിവൽക്കരിക്കപ്പെട്ട യജമാനന്മാരുടെ കാര്യമായതുകൊണ്ട് നാം അതിനെ വെറുക്കണം എന്ന ആശയം എനിക്കില്ല. എന്നാൽ അതേസമയം തന്നെ അവർ കാട്ടിയിട്ടുള്ള കോലാഹലങ്ങളും തിന്മകളായി തന്നെ തിരിച്ചറിയുകയും അവയെ ഒഴിവാക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കറിയാം, ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചത് അവരുടെ ബ്യൂറോക്രസി കൊണ്ടാണ്. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ബ്രിട്ടീഷ് ബ്യൂറോക്രസി ഒഴിവാക്കാനോ ബ്രിട്ടീഷുകാരുടെ നിയമങ്ങളിൽ നിന്ന് മാറ്റം, ഇന്നും രാജ്യദ്രോഹ കുറ്റത്തിന് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം വെച്ചാണല്ലോ നമ്മുടെ ഭാരതത്തിലെ ആളുകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവരും ചെയ്യുന്ന കലാപരിപാടികൾ തന്നെയാണ്. അപ്പോൾ നന്മയാണ്, തിന്മയാണ്. അത് ആരുടെ പക്ഷത്ത് നിന്നാണെങ്കിലും അത് ഇപ്പോൾ നബി തിരുമേനിയുടെ പ്രസ്താവനകൾ പലതും എനിക്ക് വളരെ വളരെ സ്വീകാര്യമാണ്. ഞാൻ അതിനെ ആദരിക്കുന്നുണ്ട്. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നബി തിരുമേനി പറഞ്ഞത് എടുക്കരുത് എന്ന ഒരു നിലപാട് വന്നാൽ എന്ത് ചെയ്യും? ഞാൻ നബി തിരുമേനിയെ പറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ചില ക്രിസ്ത്യാനികൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിയായ താൻ എന്തിനാണ് അദ്ദേഹത്തെ നബി തിരുമേനി എന്ന് വിളിക്കുന്നത്? ഞാൻ ആദരപൂർവ്വം അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. കാരണം ചിന്തിക്കുന്നവരെ, മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ, ആദർശങ്ങൾ പ്രാവർത്തികമാക്കാൻ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചവരെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ നാരായണ ഗുരുവിനെ വളരെയധികം ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ ഗുരു നാനാക്കിനെ വളരെയധികം ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. ശ്രീ ബുദ്ധനെ, ബുദ്ധ ഭഗവാനെ വളരെയധികം ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ്. മനുഷ്യനെ വെളിച്ചം പകരാനായിട്ട് ആരെവിടെയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അവരെയെല്ലാം ബഹുമാനിക്കുക എൻ്റെ അനിവാര്യമായ സ്വഭാവമാണ്. അങ്ങനെ അല്ലാതിരിക്കാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്നത് ഈ സമയത്ത് ഞാൻ സമ്മതിക്കുക. അതുകൊണ്ട് ഏതായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണത്തെ വളരെയധികം ബഹുമാനിക്കുന്നു. അതേസമയം തന്നെ അല്പമായ ഒരു നേരിയ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ പ്രതികരിക്കുക. പക്ഷെ പ്രതികരിക്കണമെങ്കിൽ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം. പലരും പ്രതികരിക്കുന്നത് ഒരു വീഡിയോയുടെ ആശയം അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാതെയാണ്. അത് സ്വയം നിന്ദിക്കുന്നതിന് തുല്യമാണ് എന്നുകൂടെ ഈ തരുണത്തിലൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നവർക്കും എൻ്റെ നമസ്കാരം.